വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ആർട്ടിസ്റ്റുകൾ അവരുടെ സെപ്പറേറ്റ് യൂട്യൂബ് ചാനലും അതിലെ പരിപാടികളെക്കുറിച്ചും പിന്നെ ദിയ മുടിയൻ കോംബോയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവാം. ഉപ്പും മുളകും ആർട്ടിസ്റ്റുകളുടെ യൂട്യൂബ് ചാനലിലുള്ള ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം മുടിയനായിരുന്നു, പിന്നെ ശിവാനിക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, ശിവാനിയുടെ അമ്മയ്ക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉപ്പുമുളകിലേക്ക് റാംകുമാർ വന്ന് പറഞ്ഞപ്പോൾ റാംകുമാർക്കും രാജേഷ് ഹെബ്ബാർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ഈ ലിസ്റ്റിൽ ചേർന്ന ആളാണ് ദിയ. ഇപ്പോൾ ദിയ തൻ്റെ യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതിലിപ്പോൾ 2 കണ്ടൻറ്റും വന്നു കഴിഞ്ഞു. ബാക്കി എല്ലാവരും വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുടിയനായിക്കോട്ടെ, ശിവാനി ആയിക്കോട്ടെ, രാജേഷ് ഹെബ്ബാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും അവരുടെ വ്ളോഗും അവർ ട്രാവലിംഗ് വ്ളോഗും ചാലഞ്ചിങ്ങും വീഡിയോസും ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിയ അതിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റും കുറച്ച് ഫണ്ണി കണ്ടൻറ്റ്സൊക്കെയാണ്, അതായത് ഒരു ചെറിയൊരു ബൈറ്റ് വീഡിയോസ് പോലെയും ഷോർട്ട് ഫിലിംസ് പോലെയൊക്കെയാണ് ദിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ വീഡിയോയിൽ കുറച്ച് ആമസോൺ ഹാക്സൊക്കെ കുറിച്ചൊക്കെയാണ് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വീഡിയോ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു ഓവർ തിങ്കിങ് ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വീഡിയോ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വലിയ റീച്ച് ഇല്ലെങ്കിലും ആ വീഡിയോയുടെ ക്വാളിറ്റിയും കണ്ടൻറ്റും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ദിയ അതിൽ ആക്ടിങ് എടുത്ത് പറയേണ്ടതാണ്. വേറെ ലെവലിൽ ആക്ടിങ് തന്നെയായിരുന്നു. ഉപ്പുമുളകിൽ ഏകദേശം ഉപ്പുമുളകും ദിയേനെ പോലത്തെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു കഥാപാത്രം. അത് കണ്ടപ്പോൾ ആ ഒരു കപ്പിൾ ലവ് സ്റ്റോറി പോലെയൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിലും അതുപോലത്തെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിയയും മുടിയനും കോംബോവും വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകളുള്ളത് നമ്മൾ സീരിയൽ സമയത്താണ് കണ്ടിട്ട്. വെറും 6-7 എപ്പിസോഡ് മാത്രമേ മുടിയനും ദിയയായിട്ട് കോമ്പിനേഷനുള്ള സീനുകളുള്ള എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മുടിയൻ കല്യാണം കഴിച്ച് ഒരാഴ്ച വീട്ടിൽ വന്നിരുന്നിട്ടുള്ള ആ പ്രശ്നങ്ങൾ സമയത്തായിരുന്നു ഇവർ രണ്ടുപേരുടെയും കോംബോ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മുടിയൻ പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 കൊല്ലം ആവാറായി. ഇതുവരെ മുടിയൻ ഇല്ലാതെ ഒരു സിംഗിൾ വൈഫ് എന്ന രീതിക്ക് തന്നെയാണ് ദിയ ഉപ്പുമുളകിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് അത്രത്തോളം ഹെയ്റ്റേഡ് കുറച്ച് ഉള്ളത് എന്ന് തോന്നുന്നു നമുക്ക്. കാരണം ഉപ്പുമുളകിൽ ബാക്കി ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ദിയയ്ക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹേറ്റേഴ്സ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, മുടിയനായിട്ടുള്ള സപ്പോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാൻസ് കൂടാൻ സാധ്യതയുണ്ടാകുമായിരുന്നു. മുടിയനും പോയത് കൊണ്ടാണ് ദിയയ്ക്കും റാംകുമാർക്കും മഹമൂദിക്കും ഇവർക്ക് എല്ലാവർക്കും ഒരു വില്ലൻ ഷെയ്ഡ് വന്നതുകൊണ്ടും ആരാധകർ എത്രത്തോളം അവർ തുടക്കത്തിൽ തന്നെ വെറുത്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പതിയെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല റോളൊക്കെ കൂടുതൽ അടിപൊളിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴുള്ള ദിയെ, അതായത് ഇപ്പോൾ കറൻ്റ്ലി സിറ്റ്കോമിലുള്ള ഈ ഒരു ദിയ എന്നൊരു കഥാപാത്രത്തിനൊപ്പം മുടിയനും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആകും. അതിനൊരു ഉദാഹരണം തന്നെയാണ് ദിയയുടെ യൂട്യൂബ് ചാനലിൽ ഇറങ്ങിയ ആ ഒരു വീഡിയോ, ആ ഒരു ഓവർ തിങ്കിങ് ഗേൾ ഫ്രണ്ട് എന്നൊരു വീഡിയോ. അതിൽ ദിയയുടെ ആ ഒരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു കെമിസ്ട്രിയും ബോണ്ടിങ് ഒക്കെ മുടിയനുമായിട്ട് ഉപ്പുമുളകിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദിയ എന്നൊരു കഥാപാത്രത്തെ എല്ലാ പ്രേക്ഷകരും ഉപ്പുമുളകിലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും അംഗീകരിച്ച പോലെയും ഇഷ്ടപ്പെട്ട പോലെയും ദിയ എന്നൊരു കഥാപാത്രത്തെയും അവർ ഏറ്റെടുക്കുമെന്നുള്ളത് കൺഫേമാണ്. അതിന് മുടിയൻ മാത്രം തിരിച്ചു വന്നാൽ മാത്രം മതി. ഏതായാലും നിങ്ങൾ ദിയയുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉടനെ പോയി കാണുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.